നമസ്കാരം. ആനചാടി ഫോറസ്റ്റ് ഡിവിഷനിൽ നിന്നുള്ള വീഡിയോ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ ദീപം FIS ചാനലിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. സമയം ഏതാണ്ട് ഒരു 11 മണിയായിട്ടുണ്ട്. രാവിലെ 11 മണി സമയമാണ്. അന്തരീക്ഷം പൊതുവെ രാവിലെ മുതലേ മഴയായിരുന്നു. ഇപ്പം മഴ മാറി. പക്ഷെ എന്നാലും ഇവിടുത്തെ കാലാവസ്ഥ ഇങ്ങനെയാണ്. മൂടൽ മഞ്ഞ് മൂടുകയാണ്. മഴ മാറിയപ്പോഴത്തേക്ക് പെയ്തുകൊണ്ടിരുന്ന മഴ ഇന്ന് ഈ സമയം വരെ മഴയുണ്ടായിരുന്നു. ചെറിയ തോതിലും വലിയ തോതിലും ഒക്കെ ആയിട്ട് മഴയുണ്ടായിരുന്നു. എന്നാൽ ആ മഴ മാറിയപ്പോഴത്തേക്കുള്ള അന്തരീക്ഷമാണ്. ആനചാൽ ഫോറസ്റ്റ് ഡിവിഷനിൽ നിന്നുള്ള വിഷ്വലാണ് ദീപം FIS ചാനലിലൂടെ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ പ്രദേശം നമ്മൾ നേരിട്ട് വന്ന് കാണുമ്പോഴത്തേക്ക് ഒരു മൂളിപ്പാട്ട് പാടാനാണ് തോന്നുന്നത്. നമ്മുടെ ഇളയരാജയുടെ ഒരു പാട്ടുണ്ടല്ലോ ദളപതി സിനിമയിൽ, സുന്ദരി എന്നൊരു ഗാനമുണ്ടല്ലോ, SP-യും ജാനി അമ്മയും കൂടെ പാടുന്ന പാട്ട്. ആ പാട്ട് മൂളിപ്പാട്ടായിട്ട് പാടാനാണ് തോന്നുന്നത്. അത്രത്തോളം പ്രകൃതി ഭംഗിയുള്ള ദൃശ്യങ്ങളാണ്. കാണാമല്ലേ മൂടൽ മഞ്ഞ് കാരണം ഈ കംപ്ലീറ്റ് മൂടി നിൽക്കുന്നുണ്ടോ? മണി 11 മണിയായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും വിശ്വസിക്കാൻ പറ്റുമോ? ഇല്ല. എനിക്ക് തന്നെ ഇവിടെ നിന്നിട്ട് തോന്നുന്നുണ്ട് സന്ധ്യയ്ക്ക് 4 മണി കഴിഞ്ഞു, 5 മണി ആഹാരമായെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നാൽ തെറ്റാണ്. കാലത്ത് 11 മണി ആയതേ ഉള്ളൂ. എനിക്ക് പേടി എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇനി കുറച്ചും കൂടെ കഴിയുമ്പോഴത്തേക്ക് ഒട്ടും കണ്ണ് കാണാണ്ടാവും. ആ സമയത്ത് വഴിയിൽ ആനയെങ്ങാനും വന്ന് ഇരിക്കുമോ എന്നുള്ളതാണ് എൻ്റെ ഭയം. കാരണം ഇതൊക്കെ അവരുടെ പ്രദേശങ്ങളാണല്ലോ, അവരുടെ തറവാടുകളാണല്ലോ. അവരുടെ തറവാട്ടിൽ നമ്മൾ പോയിരുന്നുകൊണ്ട് വീഡിയോ പിടുത്തം നടത്തിക്കൊണ്ട് കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെടുകയില്ല. എന്തായാലും തേയില എസ്റ്റേറ്റിൻ്റെ ഇടയിലുള്ള ദൃശ്യങ്ങളാണ്. ആനചാടി ഫോറസ്റ്റ് ഡിവിഷനിൽ നിന്നുള്ള വീഡിയോ ആണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രേക്ഷകരോട് ഞാൻ ഒരിക്കൽ കൂടി ആവശ്യപ്പെടുകയാണ്, ചാനലിലെ പരിപാടി നിർബന്ധമായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ മാന്യമായ കമൻറ്റുകളും അറിയിക്കുക. നിങ്ങൾ തരുന്ന ഈ കമൻറ്റ് അല്ലെങ്കിൽ ലൈക്ക്, സബ്സ്ക്രൈബ്, പിന്നെന്താ ഷെയർ തുടങ്ങിയവ എന്നെപ്പോലുള്ള എനിക്ക് എന്നെപ്പോലുള്ള ചാനലുകാർക്ക് ഒരു പ്രചോദനമാണ്, ഉത്തേജനമാണ്. ആ ഉത്തേജനം നിർബന്ധമായും നിങ്ങൾ തരിക തന്നെ വേണം. ഇതുകൊണ്ട് നിങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടും സംഭവിക്കുകയല്ല. സാമ്പത്തികപരമായാകട്ടെ അല്ലെങ്കിൽ മാനസികപരമായാകട്ടെ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകാൻ പോകുന്നില്ല. മറിച്ച് നിങ്ങൾ തരുന്ന ഈ സപ്പോർട്ട്, ഈ പ്രചോദനം ഞങ്ങൾക്ക് കൂടുതൽ ഇത്തരം നല്ല നല്ല വീഡിയോകളിലേക്ക് എത്തിക്കാൻ എനിക്ക് സഹായിക്കും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ആനചാടി ഫോറസ്റ്റ് ഡിവിഷനിൽ നിന്നുള്ള എൻ്റെ ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുകയാണ്. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ മൂടൽ മഞ്ഞ് വല്ലാതെ കയറി വന്നു കഴിഞ്ഞു. വഴി കാണാൻ പറ്റുന്നില്ല. മുമ്പേ ഞാൻ പറഞ്ഞ പോലെ ഗജരാജനെങ്ങാനും വന്ന് നിന്ന് കഴിഞ്ഞാൽ എൻ്റെ ആഫീസ് അവിടെ പൂട്ടും. അതുകൊണ്ട് കൂടുതൽ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. തൽക്കാലം ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാക്കുകയാണ്. ഒരിക്കൽ കൂടി ഞാൻ ആവശ്യപ്പെട്ടുകൊണ്ട് ഇവിടെ പൂർണ്ണമാകുകയാണ്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.